പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതോടെ കേരളത്തിൽ CAA വീണ്ടും ചർച്ചയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് CAA ചട്ടം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. 2019 ഡിസംബർ 10 ലോക്സഭയും 11 രാജ്യസഭയും ബിൽ പാസാക്കി. 12 രാഷ്ട്രപതി അംഗീകാരം നൽകിയെങ്കിലും 4 വർഷവും 3 മാസവും പിന്നിടുമ്പോഴാണ് തിരക്കിട്ട് ഇപ്പോൾ ചട്ടം പുറത്തുവിട്ടത്. 2019 തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമാണ് CAA വഴിവെച്ചത്. സമാനമായ നിലയിൽ പ്രക്ഷോഭങ്ങളും നിയമ പോരാട്ടങ്ങളും ഇപ്പോഴും ഉയരുന്നു. CAAക്കെതിരെ നിയമസഭയിൽ ആദ്യം പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴും CAA നടപ്പാക്കില്ലെന്ന് ആദ്യം നിലപാടെടുത്തത് കേരളമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പ്രചാരണ വിഷയമായി CAA മാറുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തു വരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയ പ്രധാന ആരോപണമാണ് കൊല്ലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. സംഘപരിവാർ പ്രീണനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാജ്യത്തെ ആദ്യ ഡിറ്റൻഷൻ സെന്റർ കൊല്ലത്ത് തുടങ്ങിയതെന്ന് NK പ്രേമചന്ദ്രനും ആരോപിച്ചു. എന്താണിതിന്റെ വസ്തുത? കേരളം ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയോ? അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ പ്രവർത്തന ലക്ഷ്യം? എന്താണ് അത് സ്ഥാപിക്കാനിടയാക്കിയ സാഹചര്യം? നമ്മുടെ സംസ്ഥാനത്ത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം മയ്യനാട് എന്ന സ്ഥലത്ത് 2022 നവംബർ 21 ഈ ഡിറ്റൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. അനധികൃതമായി സംസ്ഥാനത്ത് കഴിയുന്ന വിദേശികളെയും വിസ കാലാവധി കഴിഞ്ഞവരെയും എല്ലാം തിരിച്ചു കയറ്റി അയക്കുന്നതുവരെ പാർപ്പിക്കാൻ ജയിലല്ലാതെ മറ്റ് സംവിധാനങ്ങൾ സംസ്ഥാനത്തില്ല എന്ന് കാണിച്ച് നിരവധി ഹർജികളും പരാതികളും കേരള ഹൈക്കോടതിക്ക് മുന്നിൽ പല കാലങ്ങളായി വന്നിരുന്നു. ഇത്തരം ഹർജികളുടെ പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതി സർക്കാരിന് നൽകിയ നിർദ്ദേശങ്ങളുടെയും 2019 കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകിയ മാനുവലിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങുന്നത്. ഡിറ്റൻഷൻ സെന്റർ എന്ന ആവശ്യം ഉന്നയിച്ച് നൈജീരിയൻ പൗരൻ ഒലോറും ഫെമി ബെഞ്ചമിൻ ബാബ ഫെമി സമർപ്പിച്ച ഹർജിയിലായിരുന്നു കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ കഴിയുന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി. ജയിലല്ലാതെയുള്ള താമസ സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അനധികൃതമായി രാജ്യത്തേക്ക് കടന്ന വിദേശികൾക്കും നാടുകടത്തൽ കാത്തിരിക്കുന്ന വിദേശികൾക്കും വിസ കാലാവധി കഴിഞ്ഞേക്കാവുന്നവർക്കും താമസ സൗകര്യം ഒരുക്കുന്നതിനായി ട്രാൻസിറ്റ് ഹോം ഒരുക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്ത് മയ്യനാട് എന്ന സ്ഥലത്ത് കമാലുദ്ദീൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കെട്ടിടത്തിൽ ഡിറ്റൻഷൻ സെന്റർ ആരംഭിച്ചത്. സ്ഥലവും കെട്ടിടവും വാടകയ്ക്ക് നൽകുന്നതിന് നവംബർ 21 സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ കെട്ടിട ഉടമയുമായി കരാർ ഒപ്പിടുകയും കെട്ടിടം ഏറ്റെടുക്കുകയും ചെയ്ത വിവരം സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സെന്റർ ട്രാൻസിറ്റ് ഹോം എന്ന നിലയിൽ ഇപ്പോഴും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തനം നടത്തിവരികയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തി കേസുകളിൽ പെട്ട് കഴിയുന്നവരെ വിചാരണ കാലയളവിലും തിരിച്ചു പോകും വരെയും സംരക്ഷിക്കുന്ന ഇടമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിലവിൽ 25 പേരാണ് ഇവിടെ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നവരിൽ 5 പേരെ സ്വദേശത്തേക്ക് തിരിച്ചയച്ചിട്ടുണ്ടെന്നും ഇവിടെ കഴിയുന്നത് നുഴഞ്ഞുകയറ്റക്കാരല്ലെന്നും ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഹരികുമാരൻ നായർ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചു. കൃത്യമായി പറഞ്ഞാൽ K സുരേന്ദ്രനും NK പ്രേമചന്ദ്രനും ആരോപിക്കുന്ന ആ സ്ഥാപനം കൊല്ലത്തുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണെങ്കിലും CAA നടപ്പാക്കാനായല്ല, മറിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരളം ട്രാൻസിറ്റ് ഹോം തുടങ്ങിയത്. അതിന്റെ പ്രവർത്തന രീതിയും ലക്ഷ്യവും K സുരേന്ദ്രനും NK പ്രേമചന്ദ്രനും ആരോപിക്കുന്നത് പോലെ അല്ല.